ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ ഡേവിഡ് വിജയ്, കൊല്ലത്തിലെ ജാംനഗറിലാണ് ഇപ്പോ. പള്ളുരുത്തി തിരിച്ചെത്തിയോ? ഇല്ല ഇല്ല, ജാംനഗറിൽ തന്നെ. ശരി, ഓക്കെ. എന്നാലും പള്ളുരുത്തി എന്നുള്ള പേര് വെച്ചാണ്. ശരി, താങ്കൾ പറഞ്ഞോളൂ. ഈ പ്രശ്നം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വിശദമായിട്ടൊരു ലേഖനം തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യ ഒഴിയുന്ന സമയത്ത് ഞാനന്ന് സോൾട്ട് ലേക്കിലുണ്ട്. സോൾട്ട് ലേക്കിൽ നിന്ന് ഞാനൊരു സൈക്കിൾ റിക്ഷ പിടിച്ച് പോവുകയാണ്. അപ്പൊ അന്ന് ആ സൈക്കിൾ റിക്ഷക്കാരന് സാമാന്യ വിദ്യാഭ്യാസമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇവിടെ സംഭാവന പറഞ്ഞു. അയാൾക്ക് ഒരു വാക്ക് ഇംഗ്ലീഷ് ചേഞ്ച് ചേഞ്ച് നമ്മൾ അപ്പൊ ജനങ്ങൾക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഇവരെ കുറിച്ചിട്ട്. അതങ്ങ് വളരെയേറെ മോശമായി പോയി. 31 വർഷം ഇരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് ഒരു വലിയ മാറ്റം പ്രതീക്ഷിച്ച് നന്നാകാമെന്ന് വിചാരിച്ചവൻ ഈ എന്താണ് ബറചട്ടിന്ന് എരുതിയിലേക്ക് എന്ന് പറഞ്ഞ കൂട്ടായിപ്പോയി. സ്ത്രീകൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് നടക്കാവുന്ന ഒരു സ്ഥലമായിരുന്നു കൽക്കട്ട. ഏത് പാതിരാത്രിക്കും. ഒരിക്കൽ MT വാസുദേവൻ നായർ തന്നെ ഒരു സ്ഥലത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെ സ്ത്രീകളോടുള്ള റെസ്പെക്ട്. അത് ആ ഖാർ മെഡിക്കൽ കോളേജിലെ ഒരു ബലാത്സംഗ കേസ്, ഒരുപാട് പ്രശ്നങ്ങള്. അപ്പോ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വിശദമായിട്ടുണ്ടായിരുന്നു. ബരക്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു സ്ത്രീയെ ഇതുമാതിരി തന്നെ ഒരു സ്ത്രീ പീഡന കേസ്. അവർ മമത പറഞ്ഞേ ഇല്ല, അതങ്ങനെ അവര് ഒരു നൈറ്റ് ക്ലബിൽ നിന്ന് ഇറങ്ങി വരുന്നതുകൊണ്ട് അവരുണ്ടാക്കിയ കഥയാണെന്നൊക്കെ. അപ്പൊ ഒരു പോലീസ് സൂപ്രണ്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരെ തെളിയിച്ച് അതല്ല അവർക്ക് പീഡനം ഏറ്റിട്ടുണ്ടെന്നുള്ളത്. ആ സ്ത്രീയൊക്കെ അന്ന് അവർ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി, ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പളൊക്കെ ആക്കിയിട്ട്. അങ്ങനെ അവർക്കെതിരെയുള്ള ജനരോഷം വല്ലാതെ ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളം പോലെ അല്ല അത്. വാസ്തവത്തിൽ ആൾക്കാരൊരു ഭരണം മാറുമ്പോൾ ചെറിയ എതിർപ്പുകൾ ഉണ്ടാവുമെങ്കിലും ഇതുപോലെയുള്ള ഒരു അക്രമാസക്തമായിട്ട് മാറില്ല. ഇപ്പൊ ആദ്യം ഇത് തന്നെയായിരുന്നു. ആദ്യം തൃണമൂല് കയറിയ വഴിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചോദിക്കാൻ പോലും നിർത്തിയില്ല, അടിച്ച് റോട്ടിലിടായിരുന്നു ഒരു SFIക്കാരൻ. ഞാനൊരു പഴയ KSFകാരനാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരെയൊക്കെ റോട്ടിലിട്ട് തല്ലി പൊതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അതേ വർത്തമാനം തന്നെ ഇവരും കേൾക്കുന്നു. നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇവർക്ക് അങ്ങനെയല്ല. അവിടെയുള്ള ബംഗ്ലാദേശികളൊക്കെ മുഴുവൻ വിളിച്ചു കയറ്റി അവരെയൊക്കെ ബംഗാളികളാണെന്നും പറഞ്ഞ് റേഷൻ കാർഡ് ഇപ്പൊ ഒക്കെ തിരിച്ച് എല്ലാം കൂടി കെട്ടിപ്പോണ്ട്. കേരളത്തിൽ ആരോ പറയുന്നത് കേട്ട് ഒരു തോട്ടം നനയ്ക്കാൻ പോലും ആളില്ല, അവരെ പ്രശ്നം ഇതൊന്നും ബംഗാളികളല്ലായിരുന്നു എന്നൊക്കെ. അപ്പൊ പിന്നെ പ്രോപ്പർ ബംഗാളിലെ കാര്യം പറയാനുണ്ടോ? അവിടുത്തെ ആളുകളെ വിളിച്ചു കയറ്റി അവരുടെ തൊഴിലവസരങ്ങളൊക്കെ കളഞ്ഞ് അതിൻ്റെതായ രോഷം അവർ പ്രകടിപ്പിക്കും. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വിശദമായിട്ട് വായിച്ചതാ. ഇനി ഇവർക്കിട്ട് വരാൻ പോകുന്ന ജനങ്ങളുടെ കയ്യിലെ തല്ലാണെന്ന്. നല്ല അക്രമമായിരിക്കും. അല്ല BJP മുഴുവനായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പാർട്ടി തോറ്റാൽ ആ പാർട്ടിയുടെ നേതാക്കളെ തെരുവിൽ ആക്രമിക്കുക എന്ന രീതിയൊന്നും ഇന്ത്യയിൽ അങ്ങനെ ഒരിടത്തും ഉള്ളതല്ല. പക്ഷേ ബംഗാളിൽ അങ്ങനെയൊക്കെ നടക്കുന്നു. അത് ജനരോഷമാണെന്നാണ് BJPയുടെ വാദം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല കിരൺ ബാബു, ഇത് നക്സൽബാരി ഉൾപ്പെടുന്ന സംസ്ഥാനത്തിന്റെ ഒരു മണ്ണാണ്. അപ്പൊ ആ വീര്യം കൂടും. ഇതിന് മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പൊ CPM നമ്മൾ കേട്ടില്ലേ, ഒരു കാലത്ത് ഒരു വീട്ടിൽ കയറ്റി അയാളെ ഒരു മനുഷ്യന്റെ കണ്ണ് വരെ ചൂട് നിർത്തിയായിട്ട് നമ്മൾ കഥ കേട്ടില്ലേ. ആ കുടുംബത്തെ ആൾക്കാരെ മുഴുവനും കൊല്ലുകയെ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് അയാൾ തന്നെ കൊല്ലുകയും ചെയ്തില്ലേ. ഇപ്പോ ഈ മമതാ ബാനർജി കളിച്ച കളിയെ തന്നെയാണ് മുസ്ലിങ്ങളെ ഒരു ഭാഗത്ത് കൂട്ടിക്കൊണ്ട് CPM പരമാവധി അടിച്ചൊതുക്കി. CPM ശരിക്ക് ഇന്ന് മമതക്ക് ഇപ്പൊ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞാലാണ്. കഴിഞ്ഞ തവണ CPM ഇതേ അവസ്ഥയായിരുന്നു. ഇപ്പൊ അത് മമതക്ക് പറ്റിയ സംഭവം ശരിക്കും പറയാൻ എന്താ, ഒരു മുസ്ലിം നേതാവ് അയാള് മമതയുടെ കൂടെ ഒന്നും ഒരു പള്ളി ഉണ്ടാക്കുന്നു, ബാബറി മസ്ജിദ്. മമത അതിനെ എതിർക്കുന്നു. അതോടുകൂടി അയാൾ പാർട്ടി വിട്ട് പോകുന്നത്, അതോടുകൂടി മുസ്ലിങ്ങൾ കൂടെ അയാളെ കൂടെ പോകുന്നു. അപ്പൊ വോട്ട് ഭിന്നിച്ചു. അപ്പൊ BJP ആരെ അടിച്ച് കയറി. ഇനിയിപ്പോ അടുത്ത കാലം തന്നെ വേറെ ആരും കൂടി കയറും തോന്നുന്നില്ല. അപ്പോ ഈ നമ്മള് ഇതിനു മുമ്പ് ഓരോരുത്തർ ചെയ്ത് ഓരോരുത്തർ അനുഭവിക്കും. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഈ അടുത്ത കാലത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ കാറ്റ് കണ്ടില്ലേ. ദൈവം എന്തെങ്കിലും ചിലപ്പോൾ തോന്നിപ്പോകുന്ന അവസ്ഥയാണൊക്കെ കാണുമ്പോൾ. അപ്പൊ അതുപോലെ ഇനിയും വരാൻ പോകുന്ന ഇപ്പൊ ഇവർക്ക് ഈ പക്ഷേ ഈ BJP അടുത്ത കാലത്ത് ഇനി ആർക്കും ഒഴിഞ്ഞു പോകുന്നത്. BJP ഓരോ ഭാഗവും ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുക. അവസാനം നമ്മളൊക്കെ പഴയ പോലെ മുട്ടിന് താഴെ മുണ്ടെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഈ BJPക്കാർ കൊണ്ടുപോകും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ നിസ്സഹായരാണ്. നിങ്ങൾ നോക്കി നിൽക്കാന്നല്ലാതെ കിരൺ ബാബു ഒന്നും ചെയ്യാനില്ല. ഓക്കെ, സമയം കളയുന്നില്ല. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന ആക്രമണം അത് ഒരു 15 വർഷത്തെ മമതാ ഭരണത്തോടുള്ള ജനരോഷമാണോ, അതോ BJP ആസൂത്രിതമായി BJP തൃണമൂൽ നേതാക്കളെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തതാണോ? നിങ്ങൾക്ക് ചർച്ച ചെയ്ത് നന്നായത്. ഇപ്പൊ ഒരു ബംഗാളിക്കാരെ ഇവിടുന്ന് പോയാൽ തേങ്ങയിട്ടിച്ച് ഞങ്ങൾ അവിടെ സംഭവം അവിടെ ജനങ്ങൾക്ക് ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്ന അയാൾ പറഞ്ഞു. അയാളെ തല്ലിക്കൊള്ളത് പറഞ്ഞു. അഭിഷേക് ബാനർജിയല്ലേ വെല്ലുവിളിച്ചത്.
ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. അഭിഷേക് ബാനർജി അയാൾ തല്ലു കഴിക്കുന്ന പെണ്ണുങ്ങൾ ഇറങ്ങി അതായത് വലിച്ചു കൂർന്നാണ് ഞങ്ങൾ. കാരണം ഇപ്പൊ ഈ പാർട്ടിക്കാരും CPM-കാരും കോൺഗ്രസ്സുകാരും അവരെ ഓഫീസുകാർ തുറന്ന ഈ ഒരാഴ്ചയായിരുന്നു തുറന്നിട്ട്. മറ്റേ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? ജനങ്ങൾ ഇറങ്ങി തരണം, അല്ലാണ്ട് BJP-കാരൊന്നും അല്ലെന്ന് ഇയാൾ പറഞ്ഞ. ഇയാൾ 15 വർഷമായിട്ട് ഇവിടെ അവിടെ നാട് ഉപയോഗിച്ചിട്ട് പോന്നാന്ന് പറഞ്ഞു. അവിടെ ജീവിക്കാൻ 15 വർഷമായി ഇവിടെ ഇരിക്കുന്ന അയാൾക്ക് പറ്റില്ല. ആ നാട്ടിലെ കാര്യങ്ങൾ നന്നായി അറിയാവുന്ന ആളാണോ? അല്ല, അയാൾ ഇറങ്ങി കിട്ടില്ല. അയാളുടെ അമ്മയൊക്കെ അവിടെ ഉണ്ട്. അയാളുടെ ഭാര്യയും 2 പിള്ളേരും കൂടെ ഇവിടെ വാടക താമസിക്കും. അപ്പൊ 2012 വന്ന പുള്ളിയുടെ അവിടെ തേങ്ങയിലും കൂലിപ്പണിയായിട്ട് ഇറക്കം പുള്ളി. ശരി, ആ പുള്ളി ഒരു അരമണിക്കൂറാണ് എടുത്ത് പോയിട്ട് ഉണ്ടായിരുന്നു വിളിച്ച് കാണിച്ചു കൊടുക്കായിരുന്നു. ഓക്കെ, അതല്ലേ, ശരി. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് വൈക്കത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത്? ബംഗാളിൽ സംഭവിച്ച തൃണമൂൽ കോൺഗ്രസ് ചെയ്തതിന്റെ അനുഭവം തന്നെ അവരെ തിരിച്ചനുഭവിക്കുക. അവരിതിന് അപ്രാറ്റില ചെയ്തോണ്ടിരുന്നത്. താങ്കൾ പറഞ്ഞോളൂ. അവര് ചെയ്തതിന്റെ ഫലം അവരെ അനുഭവിച്ചോണ്ടിരിക്കുക. അവര് കമ്മ്യൂണിസ്റ്റുകാരെ ചെയ്തതിന്റെ ഫലം ഇപ്പൊ അറിഞ്ഞോണ്ടിരിക്കുക. അവര് നിരന്തരം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്ത പാഠം ഇപ്പൊ തിരിച്ചു വിട്ടിട്ടുന്നവർക്ക്. ഇതൊരു ആസൂത്രണം തന്നെയാണിത്. ശരി എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ ശിവദാസനാണ് ശൂരനാട് എന്നാണ് വിളിക്കുന്നത്. ശ്രീ ശിവദാസൻ, ശൂരനാട് എവിടെയാണ്? ശൂരനാട് നോർത്താണ്. ശൂരനാട് നോർത്ത് എവിടെയാണ്? നോർത്ത് പതാരം വരും. പതാരം. ശരി, പതാരം ജംഗ്ഷനിന്റെ അടുത്ത് തന്നെയാണോ? അതെ അതെ. ശരി, ഓക്കെ. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു. ഈ ബംഗാളിലെ പ്രശ്നം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുറന്തള്ളി താഴെ ഇട്ടുകൊണ്ട് അടുത്ത തൃണമൂല് വന്നു. അവരുടെ ഭരണവും ഇഷ്ടപ്പെടാതെ അവിടുത്തെ ജനങ്ങള് BJP-യെ കൊണ്ടുവന്നു. പക്ഷെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് അങ്ങനല്ല. കാരണം എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അവരില്ലെങ്കിൽ തൊഴിൽ തേടിയും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ കേരളത്തിലേക്ക് വരില്ലായിരുന്നല്ലോ. കൂടുതലും ബംഗാളികളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്നത്. അസമം കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അതിനനുസരിച്ച് പ്രവർത്തിക്കും. പക്ഷേ അവിടുത്തെ വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങളെ മമതാ ബാനർജിക്ക് നയിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർക്ക് നേരെ തിരിഞ്ഞത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അതെ, ഇവരെല്ലാവരും ഒരു പാർട്ടിയും തൃണമൂൽ കോൺഗ്രസിനോട് ഇപ്പം ചെയ്യുന്നത് ശരിയല്ല, അത് രാഷ്ട്രീയമായി തെറ്റാണ്, അത് ആക്രമണം നടത്തുന്നത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ കാലത്തും ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ നടന്നത് എന്നുള്ളതും വസ്തുതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് അവിടുത്തെ ജനങ്ങളോട് ക്രൂരമായി പ്രവർത്തിച്ച് കാണും. അതിനനുസരിച്ച് അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴത്തെ ഭരണത്തെ ഇഷ്ടപ്പെട്ടു കാണും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ശിവദാസനാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കളെ കുറച്ച് കാലമായി കാണാറില്ലായിരുന്നു. ഇന്നിപ്പോൾ വേറെ പ്രേക്ഷകരൊക്കെ അന്വേഷിക്കുന്നു, പ്രദീപൊക്കെ അന്വേഷിച്ചു, ബാലകൃഷ്ണൻ എവിടെ? ബാലകൃഷ്ണൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.